ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ അവൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. കുറഞ്ഞ എണ്ണ മതിട്ടോ ഇത് തയ്യാറാക്കാൻ. വളരെ സിമ്പിളായിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് അവലിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പുതിർത്തിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അവലെടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് സമയം ഒന്ന് വെച്ചാൽ മതിട്ട്, അപ്പോഴേക്കും പുതിർന്ന് കിട്ടും. അപ്പോൾ 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവലൊക്കെ നന്നായിട്ട് തന്നെ പുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സവാള ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവലെടുത്തതിന് അതേ കപ്പിന് തന്നെ 1/2 കപ്പ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കടലപ്പൊടി കേട്ടോ. കടലപ്പൊടി നമ്മൾ ഇതിലോട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുന്ന രൂപത്തിൽ വേണ്ട കടലപ്പൊടി. ഇതിലൊട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ഇതിലോട്ട് ഇട്ടെടുത്ത അവലിൻ്റെ ആ നനവ് മതി ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ 1 കപ്പ് അവലിന് ഏകദേശം ഒരു 1/2 കപ്പ് കടലപ്പൊടി കേട്ടോ അതിൽ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചെടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചെടുത്തതുകൊണ്ട് തന്നെ മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈയിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഷേപ്പിലാട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. വല്ലാണ്ട് കട്ടിയിൽ പരത്തിയെടുക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടില്ല. നമ്മളിതിൽ കടലമാവൊക്കെ ചേർത്തെടുത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഞാനെല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനും വേണമെങ്കിൽ നമുക്ക് ഫ്രൈ പാനൊക്കെ എടുക്കട്ടെ. ഞാനിവിടെ അപ്പച്ചട്ടി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നമ്മൾ ഇത് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തായിട്ട് എടുക്കണത്. അപ്പോൾ കുറച്ച് ഓയിലേ ഒഴിച്ചെടുത്തിട്ടുള്ളൂ. ഞാൻ ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഫുള്ളിൽ അത് തന്നെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് വെച്ചെടുത്താൽ മതി ഓരോന്നായിട്ട്. എന്നിട്ട് നമുക്കിത് വെച്ചുകൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ പകുതി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി പകുതിയും കൂടെ ഉണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അടിഭാഗം ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലേ ഉൾഭാഗമൊക്കെ വേവാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ മറിച്ചിട്ടെടുക്കുമ്പോൾ നല്ല സാവധാനത്തിൽ തന്നെ മറിച്ചിട്ടെടുത്തുകൊണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ. അപ്പോൾ അതിൻ്റെ 2 ഭാഗവും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇത് അവൽ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മഴയത്തൊക്കെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു നോക്കട്ടോ. പുതിയൊരു വിഭവമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.